ഹലോ, കെ പി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിതാ കുറച്ച് ആൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കലാണ്. ആരാന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവുവിനോട് ഞാൻ പറയാം, ദേവു നമ്മളെപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഗൗരവത്തിലാണ് ഇരിക്കുക എന്ന് പറയാമെന്ന് കേട്ടോ. അതിന് മുന്നേലും ചിരിച്ചുകൊണ്ടിരിക്കേ, നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പം അന്നേരം ആൾ ഭയങ്കര ഗൗരവത്തിലിരിക്കും. അപ്പോൾ ഇപ്പം എന്നെ ചീത്ത പറഞ്ഞൊന്നല്ല കേട്ടോ. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏച്ചിയും അമ്മയാണ് വരുന്നത്, പിന്നെ നമ്മളെ ഏട്ടനും. അവർ പറശ്ശിനിയും പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യമായിട്ടല്ലേ ആ വഴി വരുന്നത്, അപ്പോൾ വഴി മനസ്സിലാവുമോ എന്നാണ് പൃഥ്വിയേട്ടൻ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിലേക്കൂടെ, അതുകൊണ്ട് അമ്മക്ക് അറിയില്ലേന്ന് വെച്ചാൽ എന്നോടൊന്നു ഭയങ്കര മഴയല്ലേ, അപ്പം മൊത്തം താത്തിട്ടല്ലേ ഉണ്ടാവുക, അന്നേരം എങ്ങനെയാണ് വഴി മനസ്സിലാവുക എന്നാണ് എന്നോട് ചോദിച്ചത് കേട്ടോ. അല്ലാണ്ട് എന്നെ കലമ്പിയതൊന്നല്ലേ. അതിൻ്റെ ഇടയിൽ പൃഥ്വിയേട്ടൻ ഇത് ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായേ. അപ്പോൾ അവർ ഏകദേശം എത്താനായിനി, റെഡിയായി ഇരുന്നോ, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചും പോകണം. 8:10 8:10 സമയം. അപ്പോൾ വേഗം റെഡിയായി, കാര്യമായിട്ടൊന്നും റെഡി ആവാനില്ല, ഇടുന്നു വണ്ടി കയറി ഇരിക്കുക. അപ്പോൾ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വീണ്ടും ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊരു സർപ്രൈസ് ഉണ്ട് എന്നെല്ലാം. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, എന്താണെന്നുള്ളത്. ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയതിൻ്റെ കാരണം എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മുടെ ലൈഫിൽ കുറച്ച് ഒരു സന്തോഷമുള്ള കാര്യം നടക്കുമ്പം എന്തെങ്കിലും ഒരു സങ്കടമുള്ള കാര്യങ്ങളും ഉണ്ടാവുമല്ലേ. അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ഇപ്പം കഴിഞ്ഞു പോയത്. അപ്പോൾ എന്താണെന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത് പോട്ടെ. അപ്പോൾ ഏച്ചി എന്തായാലും പുറത്തേക്ക് പോകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടല്ല നിന്നത് കേട്ടോ. ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഏച്ചിക്ക് പോകേണ്ടത്, അതായത് പിന്നെ ജൂലൈ 18 കേട്ടോ ഏച്ചി പോയത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ജൂലൈ 18 എന്ന് പറയുമ്പോൾ വെള്ളി, അപ്പോൾ 17, 16 ബുധനാഴ്ച എടുത്തതാണ് കേട്ടോ. അപ്പോൾ ബുധനാഴ്ചയെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ബുധനാഴ്ച ഞാൻ പോവുകയാണ്. മക്കൾക്ക് 2 ദിവസം സ്കൂളെല്ലാം ലീവാക്കിയിട്ട് പോകാൻ പ്ലാൻ ഇട്ടതാണ്. അപ്പം നല്ല മഴയായതുകൊണ്ട് തന്നെ 2 ദിവസവും കളക്ടർ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് ലീവ് നമുക്ക് സ്കൂൾ ലീവാക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ കാത്തിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറശ്ശിനി പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നല്ല മഴ പെയ്തിട്ട് നമ്മളെ മടപ്പുരക്കിലെല്ലാം വെള്ളം കയറുന്നെല്ലാം ഉണ്ടായിനെ. അങ്ങനെ ദേവൂട്ടിയുടെ അവരെ കണ്ടപ്പാട് തന്നെ ബാഗെല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏച്ചി പോകുന്നതല്ലേ, അപ്പോൾ ഇവിടെ വന്ന് എന്നെ കൂട്ടിയിട്ട് പോകാമെന്ന്, ഇവിടെ എല്ലാവരും കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. താഴത്തമ്മേനെയും പിള്ളേരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അമ്മേനോട് മാത്രം കണ്ട് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഒരു 8:15 വന്ന് 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഹനീഷേട്ടൻ്റെ വണ്ടിക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. പിന്നെ പൃഥ്വിയേട്ടൻ വരുന്നില്ല, പൃഥ്വിയേട്ടന് പിറ്റത്തെ ദിവസം പണിയുണ്ടായിന്, വ്യാഴാഴ്ച പണിയുണ്ട്. കുറേ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് മഴയായതുകൊണ്ട് പണിയുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ പണി കിട്ടുമ്പം വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിയേട്ടൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയിക്കോ, ഞാൻ വ്യാഴാഴ്ച വൈകുന്നേരം വന്നോളാം, വെള്ളിയാഴ്ച ലീവാക്കാം, വെള്ളിയാഴ്ചയാണല്ലോ ഏച്ചി പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെന്തായാലും പോകാൻ റെഡിയായി നിൽക്കുമെന്ന്. ഭയങ്കര മഴയാണ്, ഞാൻ അമ്മേനോട് പറയാൻ വേണ്ടി പോവാന്ന് കേട്ടോ. പിന്നെ ഏച്ചി നിർമ്മാലയം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പറശ്ശിനിന്ന്. അപ്പോൾ അത് അമ്മക്ക് കൊടുത്ത് അമ്മേനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ യാത്ര അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അല്ലെങ്കിലും വലിയ സുഖമൊന്നുമല്ല, ഇത്രയും ദൂരം യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ വണ്ടിക്ക് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് എത്തും. എന്നാലും രാത്രിയാകുമ്പോൾ എന്തോ ഭയങ്കര മടുപ്പായിരുന്നു, ഭയങ്കര മഴയും എല്ലാം മൂടിക്കെട്ടിയൊരവസ്ഥയല്ലേ. പിന്നെയാണെങ്കിൽ റോഡാണെങ്കിൽ നമ്മളെ തളിപ്പറമ്പ് പയ്യന്നൂരേക്ക് പോകുമ്പോൾ കുപ്പം ഭാഗത്ത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഭയങ്കര മഴയുള്ള സമയത്ത് പോകുക എന്ന് പറയുന്നത്. പിന്നെ ഈ ചുടല ഭാഗത്ത് ഭയങ്കര മണ്ണിടിച്ചിലും കാര്യങ്ങളും, നമ്മൾ പോകുമ്പോൾ തന്നെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഫോണ് പുറത്തേക്കിട്ട് വീഡിയോ എടുക്കാനും പേടി. പിന്നെ ഇപ്പോൾ ഹൈവേരെ പണി നടക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ. മണ്ണിടിഞ്ഞ് വീണ്, പിന്നെ കല്ലെല്ലാം ഇങ്ങനെ തെറിച്ച് വീകുന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് റോഡ് ഫുള്ള് വെള്ളം കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക്. പിന്നെ ഇങ്ങനെ അനീഷേട്ടൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇതുവഴി വരണ്ടായിരുന്നു, നമുക്ക് കുപ്പത്തുനിന്ന് പഴയങ്ങാടി റൂട്ട് വഴി വന്നാൽ മതിയായിരുന്നു, പക്ഷേ ഇങ്ങനെയാണെന്ന് നമ്മൾ അറിയില്ലല്ലോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രദീപനോട് പറയണം നാളെ വരുമ്പോൾ ഇതിലേക്കൂടി വരണ്ടാന്ന് പറയണം എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അപ്പാട് പിന്നെ പ്രദീപനെ വിളിച്ചു പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലെല്ലാം പോയിനി. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് അച്ഛൻ അപ്പൂനെയും അനൂനെയും കൂട്ടിയിട്ട് ടൗണിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പോയത്. പക്ഷേങ്കിൽ ഭയങ്കര മഴയായതുകൊണ്ട് അച്ഛൻ അവരെയും കൂട്ടിയിട്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ മഴയത്ത്
എവിടെയെങ്കിലും പോയിരുന്ന് ഫുഡ് കഴിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അൽഫാം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ നിന്ന് എനിക്കൊന്ന് കേളോത്ത് ഭാഗത്താണ് കേട്ടോ, പയ്യന്നൂർ കേളോത്ത് ഭാഗത്താണ് ഈ 2 കടയും. ഒന്നെന്താണ് കസ കുസീന എന്ന് പറയുന്ന ഒരു കടയാണ് എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ അൽഫാം വാങ്ങിയത്. പിന്നെ ഒരു പൊറോട്ട സ്റ്റാൾ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂട് ഫുഡ് കിട്ടി. നമ്മൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. പോവുക, പൈസ കൊടുക്കുക, വാങ്ങുക എന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദേവൂട്ടി പിന്നെ അവിടെ നിന്ന് വിട്ടപ്പോൾ തന്നെ ഉറങ്ങാൻ തുടങ്ങിയേ. നല്ല മഴയല്ലേ. നന്ദൂരും പിന്നെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിന്. പക്ഷേ അവൾക്ക് അത്ര സുഖമായിട്ടില്ല കേട്ടോ. നല്ല സുഖത്തിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കൂടി ആകുമ്പം ഓട്ടോയിലും ടൈറ്റല്ലേ, അത്ര സുഖത്തിലൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ നല്ല മഴയാണ് ചേച്ചി, എല്ലാം ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ട്. കുറേ നാളത്തെ നമ്മളെ ആഗ്രഹമായിരുന്നു കേട്ടോ, നമ്മളെല്ലാവരും കൂടെ പിന്നെ ഒരുമിച്ച് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അച്ഛനും എല്ലാം ഇടയ്ക്ക് പറയലുണ്ടായിനെ. അപ്പോൾ അവർ എല്ലാവരും ഇല്ല സമയത്ത് ഞാനുണ്ടാവില്ല. അപ്പോൾ അവർ പറയും സന്ധ്യയും കൂടെ വരട്ടെ എന്നിട്ട് പോവാന്ന് പറയും. അങ്ങനെ ഇന്ന് നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോഴത്തേക്ക് പ്രതിയായിട്ടില്ല. പിന്നെ എന്നാലും കുഴപ്പമില്ല, കഴിച്ചിട്ട് പോവാന്നില്ലയിൽ നിന്നതായിരുന്നു. അപ്പോഴത്തേക്കാണ് മഴ പണി തന്നത്. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് അതിന് മെഴുകുതിരി കൊണ്ടുവരണം, കറണ്ട് ഇല്ലയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിന്ന് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ എന്തായാലും കറണ്ട് വരാനും സാധ്യതയില്ല. വീട്ടിലാണെങ്കിൽ മോട്ടറിൽ വെള്ളമില്ല, ആകെ ഒന്നും പറയണ്ട. കറണ്ട് ഇല്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ മെഴുകുതിരിയെല്ലാം വാങ്ങി പിന്നെ നമ്മളവിടെ എത്തി കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛനും അനുവെല്ലാം നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിനെ. ഒരുപാട് എന്താണ് ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ടായിനി. അപ്പോൾ അതെല്ലാം എടുക്കണ്ടേ. പിന്നെ ടോർച്ചും ഉണ്ടായിട്ടില്ല, കുടയും എല്ലാം വേണം. അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതാ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛനും പിള്ളേരും എല്ലാം മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അനീഷേട്ടനെ വിട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു 1.5-2 മണിക്കൂർ എടുത്തിട്ടുണ്ടാകും ശരിക്കും നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. സാധാരണയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷെ മഴയും വെള്ളമെല്ലാം ആയതുകൊണ്ട് പതുക്കെയാണ് വന്നിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ പ്രതിയാടിനെ വിളിച്ചു പറഞ്ഞു എത്തിയെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, അവിടെ വെള്ളം കയറുന്നുണ്ടോ എന്നുള്ള ടെൻഷനും ഉണ്ട് എനിക്ക്. നല്ല മഴയാകുമ്പം വെള്ളം കയറുമല്ലോ. അപ്പം മടപ്പുരക്കിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്, ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല എന്ന് പ്രതിയാടിനെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തുമ്പം എനിക്കൊന്ന് 10-10:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പം. അപ്പോഴത്തേക്ക് പിന്നെ പ്രതിയാടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ രാത്രി വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് അതിലും വലിയ കഷ്ടപ്പാടാണ്. ഞാൻ കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീട്ടിലേക്ക് റോഡില്ല, ചെറിയൊരു വഴി മാത്രമേ ആ വഴിയിലേക്കൂടെ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അത്രയും സ്ഥലവുമില്ലു. അതാണെങ്കിൽ ഭയങ്കര ചളിയും വെള്ളമെല്ലാം ആയിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന്. ഞാൻ മനസ്സിലിങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറെല്ലാം പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. പക്ഷേ നല്ല ടേബിളും കാര്യമെല്ലാം വെച്ച് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെയെല്ലാം കഴിക്കണം. അതിനുള്ള സൗകര്യം നമ്മളെ വീട്ടിലില്ല എന്തായാലും. എന്നാലും ഇല്ല സൗകര്യത്തിൽ നമുക്ക് ആക്കാമെന്നുള്ള ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോക്കായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിട്ടില്ല. വീട്ടിൽ ഒരു ബൾബുണ്ട്, പിന്നെ കറണ്ട് പോയാൽ കത്തുന്ന ബൾബില്ലേ, അത് ഹാളിലുണ്ട്. പിന്നെ നമുക്ക് ഡൈനിങ് റൂമൊന്നുമില്ല. ഇല്ലെങ്കിൽ പിന്നെ അടുക്കളയിലിരുന്ന് കഴിക്കണം. അടുക്കളയിൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ട സ്പേസും ഇല്ല. സാധാരണ നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് എല്ലാവർക്കും ആദ്യം ഫുഡ് കൊടുക്കും. അവർ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം പ്രതിയാട്ടനുണ്ടെങ്കിൽ പ്രതിയാട്ടനും പിള്ളേരും ഒന്നിച്ച് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും അമ്മയും ഏച്ചിയും അങ്ങനെയാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ട ഒരു സ്പേസ് എൻ്റെ വീട്ടിലില്ല. അങ്ങനെ എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഹാളിലിരിക്കാം, പിള്ളേരെ പായ് വിരിച്ചിട്ട് താഴെ ഇരുത്തിയിട്ട് നമുക്ക് ബാക്കി അപ്പുറത്തെല്ലാം കസേര ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടീനെ വന്നപ്പാട് ഉറക്കത്തുനിന്ന് എണീറ്റായിരുന്നു. അതുകൊണ്ട് ദേവൂട്ടീൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു. അപ്പോൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ ദേവൂട്ടീനെ സെറ്റാക്കുവാണ് കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ നമ്മൾ ഫുഡെല്ലാം എടുത്ത് വെച്ചു. അപ്പം നല്ല ചൂട് പൊറോട്ടയും പിന്നെ എന്താ ചില്ലി ചിക്കൻ വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ചിക്കൻ്റെ ഗ്രേവി ആയിരുന്നു ആ പൊറോട്ടേൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ അൽഫാം കുഴപ്പമുണ്ടായിട്ടില്ല, ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ അതിൻ്റെ മയോണൈസും കാര്യങ്ങളും അങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അമ്മമ്മക്ക് ഇതാ പൊറോട്ടയും, അമ്മമ്മ ഇതൊന്നും തിന്നൂല കേട്ടോ, ചിക്കനൊന്നും തിന്നൂല. അപ്പോൾ അമ്മമ്മക്ക് പൊറോട്ടയും വേറെ എന്തോ മുട്ടയോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടായിനെ, ഓർമ്മയില്ല എനിക്ക്. ബാക്കി എല്ലാവരും ഇതാ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഞാനെന്തായാലും ഡയറ്റ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോകുമ്പോഴേ എൻ്റെ ട്രെയിനറോട് സമ്മതമെല്ലാം ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം എന്നോട് പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമില്ല, എല്ലാവരും കൂടിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല,
കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് പൊറോട്ടയെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനന്ന് ഒരു പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പൊറോട്ടയും പിന്നെ അൽഫാമിൻ്റെ ഒരു പീസും ചില്ലി ചിക്കനും എല്ലാം കഴിച്ചിട്ടുണ്ടായിനി. പക്ഷെ കഴിച്ചിട്ട് പിറ്റത്തെ ദിവസം എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. അയ്യോ ഞാൻ കഴിച്ചല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു കേട്ടോ. പക്ഷേ പിറ്റത്തെ ദിവസം നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ആക്കിന്. അന്ന് പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇത് പക്ഷേ ഇവരെ കൂടി ഇരിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വിഷമാവൂലേ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഏച്ചി ലീവിനെല്ലാം വരുമ്പോഴല്ലേ ഏച്ചീൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ കാരണം നമ്മളെ ആ ഒരു സന്തോഷം ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവരൊപ്പം കൂടിയിട്ട് എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നടന്നിട്ടില്ല. നമ്മളെ ഇല്ല വെളിച്ചത്തിൽ മെഴുകുതിരി ഇത് അടുക്കളയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആ ഹാളിൽ ആ കറണ്ട് പോയാൽ കത്തുന്ന ബൾബ് ഇല്ലത് കൊണ്ട് നമ്മൾ ആ വെളിച്ചത്തിലിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരുപാട് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക.